കൊറോണയെ പിടിച്ചുകെട്ടാൻ കടുത്ത നിയന്ത്രണങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഏവർക്കും മുന്നിൽ വയ്ക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ ഒട്ടനവധി രാഷ്ട്രങ്ങൾക്ക് തുടർന്ന വിലക്ക് നീക്കുവാൻ ഇതുവരെ തീരുമാനമായിട്ടില്ല. അതിനോടൊപ്പം തന്നെ സൗദി പോലുള്ള രാഷ്ട്രങ്ങൾ വാക്സിനേഷൻ ക്യാമ്പയിൻ ശക്തമാക്കി കഴിഞ്ഞു. ഇപ്പോഴിതാ വാക്സിൻ എടുക്കാത്തവർക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് സൗദി ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദിയിൽ അടുത്ത മാസം മുതൽ സ്വകാര്യ പൊതുസ്ഥാപനങ്ങളിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തും. വാക്സിൻ സ്വീകരിച്ചവർക്കും കോവിഡ് ഭേദമായവർക്കും മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക. ഓഗസ്റ്റ് 1 മുതൽ തന്നെ നിയന്ത്രണം പ്രാബല്യത്തിലാകുമെന്ന് മുനിസിപ്പൽ ഗ്രാമഭവനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വാക്സിൻ സ്വീകരിക്കുകയോ കോവിഡ് ബാധിച്ച് സുഖം പ്രാപിക്കുകയോ തവക്കൽന ആപ്ലിക്കേഷനിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ആയവർക്ക് മാത്രമേ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും പ്രവേശനം അനുവദിക്കുകയുള്ളൂ. നിലവിൽ പല സ്ഥാപനങ്ങളിലേക്കും പ്രവേശിക്കുന്നതിന് തവക്കൽന സ്റ്റാറ്റസ് ഇമ്മ്യൂൺ ആയിരിക്കണമെന്ന നിബന്ധനയുണ്ട്. ഇതിനു പുറമെ വാണിജ്യ കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, മൊത്ത വ്യാപാര കേന്ദ്രങ്ങൾ, ചില്ലറ വിൽപ്പനശാലകൾ, പൊതുമാർക്കറ്റുകൾ, റെസ്റ്റോറന്റുകൾ, കഫേകൾ, പുരുഷന്മാരുടെ ബാർബർ ഷോപ്പുകൾ, വനിതാ ബ്യൂട്ടി പാർലറുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും ഓഗസ്റ്റ് 1 മുതൽ നിയന്ത്രണം ബാധകമാകും. സൗദിയിൽ അംഗീകാരമുള്ള വാക്സിന്റെ ഒരു ഡോസെങ്കിലും സ്വീകരിച്ചവർക്ക് തവക്കൽനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇമ്മ്യൂൺ കാലയളവിൽ പ്രവേശനം അനുവദിക്കും. അതേസമയം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ച ശേഷവും തവക്കൽനയിൽ അപ്ഡേറ്റ് ആകാത്തവർ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന രേഖകൾ സമർപ്പിച്ച് ഇമ്മ്യൂൺ ആകേണ്ടതാണ്. അല്ലാത്തപക്ഷം ഇത്തരക്കാർക്ക് ജോലി ചെയ്യുന്നതിനുൾപ്പെടെ പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നത് അനുവാദമുണ്ടാകില്ല. അതേസമയം കഴിഞ്ഞ ദിവസം സൗദിയിലെ മക്കയിലും കിഴക്കൻ പ്രവിശ്യയിലും പുതിയ രോഗികൾ കുറഞ്ഞു. കഴിഞ്ഞ ദിവസം 1142 പുതിയ രോഗികളും 1024 രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സൗദിയിലെ കോവിഡ് രോഗികളുടെ ആകെ എണ്ണം 5,13,284 ആകെ രോഗമുക്തരുടെ എണ്ണം 4,94,264 രോഗികളിൽ ഇന്ന് 12 പേർ കൂടി മരിച്ചു. ഇതോടെ ഇതുവരെ കോവിഡ് രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 8,115 വിവിധ ആശുപത്രികളിലും മറ്റുമായി 10,095 രോഗികൾ നിലവിൽ ചികിത്സയിൽ കഴിയുന്നു. ഇവരിൽ 1,374 പേരുടെ നില ഗുരുതരമാണ്. ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.29%, മരണനിരക്ക് 1.58%. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.